അങ്ങകലെ ഒരു കാട്ടിൽ ഒരു പടകൂറ്റൻ മരമുണ്ടായിരുന്നു. അതിൻ്റെ ചില്ലകളിലാണ് കാക്കരാജാവും അനുചരന്മാരും താമസിച്ചിരുന്നത്. അല്പം അകലെയുള്ള ഗുഹയിലാണ് മൂങ്ങ രാജാവിൻ്റെയും അനുയായികളുടെയും വാസം. കാക്കകൾക്ക് രാത്രിയും മൂങ്ങകൾക്ക് പകലും കണ്ണു കാണില്ലല്ലോ. ഇക്കാര്യം മുതലെടുത്ത മൂങ്ങകൾ രാത്രിയായാൽ ഉടൻ മരത്തിനു ചുറ്റും പതുങ്ങിപ്പറന്ന് കാക്കകളെ ഓരോന്നായി കൊല്ലുക പതിവായി. ഇങ്ങനെ നാൾക്കുനാൾ കാക്കകളുടെ എണ്ണം കുറഞ്ഞു വന്നു. സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയ കാക്കരാജാവ് തൻ്റെ 5 മന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ശത്രുക്കളായ മൂങ്ങകളോട് പകരം വീട്ടുന്നതെങ്ങനെ? രാജാവ് ഓരോരുത്തരോടും അഭിപ്രായം ആരാഞ്ഞു. 5 മന്ത്രിമാരും വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അതൊന്നും രാജാവിന് സ്വീകാര്യമായി തോന്നിയില്ല. ഒടുക്കം കാക്കരാജാവ് തൻ്റെ പിതാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വൃദ്ധകാക്കൻ്റെ അടുത്ത് സഹായം തേടിയെത്തി. കാക്കകൾക്ക് നേരെയുള്ള മൂങ്ങകളുടെ അതിക്രമത്തിൻ്റെ കഥ കേട്ട വൃദ്ധകാക്കൻ രാജാവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, നാം ഇപ്പോൾ തന്ത്രപൂർവം ചില കാര്യങ്ങൾ ചെയ്യണം. ശത്രുക്കൾ ബലവാന്മാരാണ്. അതിനാൽ നേരിട്ട് ചെന്ന് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല. ആദ്യം ശത്രുവിനോട് സ്നേഹം ഭാവിച്ച് അടുത്തുകൂടണം. പിന്നീട് തക്കതായ അവസരം വരുമ്പോൾ ആഞ്ഞടിക്കുകയാണ് പക വീട്ടുവാനുള്ള ഉചിത മാർഗം. കാക്കകളുടെ വംശത്തെ സംരക്ഷിക്കുകയെന്ന ഭാരിച്ച ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. വൃദ്ധകാക്കൻ്റെ വാക്കുകൾ കാക്കരാജാവിനും പ്രജകൾക്കും സന്തോഷം പകർന്നു. അവർ രഹസ്യമായി ചില പദ്ധതികൾക്ക് രൂപം നൽകി. പിറ്റേന്ന് വൃദ്ധകാക്കൻ കാക്കക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കയറി ചെന്നു. എന്നിട്ട് അവരോട് അകാരണമായി കലഹിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കാക്കരാജാവ് രംഗത്തെത്തി. രാജാവിൻ്റെ കൽപ്പന പ്രകാരം മറ്റു കാക്കകൾ വൃദ്ധകാക്കനെ തലങ്ങും വിലങ്ങും കൊത്തി മുറിവേൽപ്പിച്ചു. വൃദ്ധകാക്കൻ അവശനായി എന്നുറപ്പായതോടെ കാക്കകളെല്ലാം ആ വലിയ മരം വിട്ട് അടുത്തുള്ള പർവ്വതത്തിലേക്ക് പറന്നുപോയി. അധികം വൈകാതെ മൂങ്ങ രാജാവിൻ്റെ കാതുകളിൽ ആ വാർത്തയെത്തി. നമ്മളെ ഭയന്ന് കാക്കരാജാവ് നാട് വിട്ടു പോയിരിക്കുന്നു. ചാരന്മാർ മൂങ്ങ രാജാവിനെ അറിയിച്ചു. രാജാവ് നാടുവിട്ടെങ്കിൽ ബാക്കി കാക്കകളെ കൊല്ലുക എളുപ്പമാണ്. ഒരുത്തനെയും വെറുതെ വിടരുത്. മൂങ്ങ രാജാവ് തൻ്റെ കൂട്ടാളികളെയും കൂട്ടി ബാക്കിയുള്ള കാക്കകളെ കൂടി വകവരുത്തുവാനായി മരത്തിനടുത്തെത്തി. പക്ഷേ അവിടെ എങ്ങും ഒറ്റ കാക്കയെയും അവർക്ക് കാണാനായില്ല. എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. മൂങ്ങകൾ നിരാശയോടെ മടങ്ങുവാൻ ഭാവിക്കുമ്പോഴാണ് ദേഹമാസകലം മുറിവേറ്റ് ഞരങ്ങുന്ന വൃദ്ധകാക്കനെ കാണുന്നത്. എന്നെ ഈ നിലയിലാക്കിയത് കാക്കരാജാവാണ്. എനിക്ക് നിങ്ങൾ അഭയം നൽകണം. വൃദ്ധകാക്കൻ മൂങ്ങകളോട് യാചിച്ചു. ഇത് കേട്ട മൂങ്ങ രാജാവ് വൃദ്ധകാക്കൻ്റെ അരികിൽ പറന്നെത്തി കാര്യം തിരക്കി. വൃദ്ധകാക്കൻ പറഞ്ഞു, മഹാരാജാവേ, നല്ല കാര്യം ഉപദേശിച്ചതിന് കിട്ടിയ പ്രതിഫലമാണ് എൻ്റെ ശരീരത്തിൽ ഈ കാണുന്ന മുറിവുകൾ. കാക്കരാജാവും കൂട്ടരും അങ്ങയോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. അത് ബുദ്ധിയല്ലെന്ന് ഞാൻ അവരെ ഉപദേശിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന കാക്കകൾ ഞാൻ മൂങ്ങകളുടെ ചാരനാണെന്ന് പറഞ്ഞ് എന്നെ കൊത്തി മുറിവേൽപ്പിച്ചു. ഇപ്പോൾ നിരാശ്രയനായി തീർന്ന ഞാൻ അങ്ങേ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. എന്നെ സ്വീകരിച്ചാൽ കാക്കകളെ ഒന്നടങ്കം നശിപ്പിക്കുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. അഭയം തേടിയെത്തിയ ശത്രുവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ തനിച്ചൊരു തീരുമാനമെടുക്കാൻ മൂങ്ങരാജാവിനായില്ല. മൂങ്ങരാജാവ് തൻ്റെ 5 മന്ത്രിമാരെ വിളിച്ച് ഇക്കാര്യത്തിൽ അഭിപ്രായം ആരാഞ്ഞു. അവരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും വൃദ്ധകാക്കന് അഭയം നൽകണമെന്ന് വാദിച്ചു. ശത്രുവിനെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തണമെന്നാണ് 5ാമത്തെ മന്ത്രി പറഞ്ഞത്. പക്ഷേ അതാരും ചെവികൊണ്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ആ മന്ത്രിയും അനുയായികളും മൂങ്ങക്കൂട്ടം വിട്ട് മറ്റൊരിടത്തേക്ക് പറന്നുപോയി. അതിനുശേഷം മറ്റു മൂങ്ങകൾ വൃദ്ധകാക്കനെ ആഘോഷപൂർവ്വം ഗുഹയിലേക്ക് ആനയിച്ചു. വൃദ്ധകാക്കൻ ഗുഹയുടെ നടുവിൽ താമസിക്കാൻ ഇടം കിട്ടി. പക്ഷേ തൻ്റെ ചാരപ്പണിക്ക് അത് തടസ്സമാകുമെന്ന് വൃദ്ധകാക്കൻ അറിയാമായിരുന്നു. മൂങ്ങരാജാവിൻ്റെ പാതാരവിന്ദങ്ങൾ ധ്യാനിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഗുഹാകവാടത്തിൽ താമസിക്കാൻ അനുവദിക്കണം, വൃദ്ധകാക്കൻ അപേക്ഷിച്ചു.
ഇതിന് പിന്നിലെ അപകടം മനസ്സിലാക്കാതെ മൂങ്ങ രാജാവ് അതനുവദിച്ചു. ദിവസേന മൂങ്ങകൾ വിശിഷ്ട ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കാക്കയ്ക്ക് കൊടുത്തു. അവ വയറ് നിറയെ കഴിച്ച് അവൻ തടിച്ചു കൊഴുത്തു. ദേഹത്തെ മുറിവുകളും ക്രമേണ ഉണങ്ങി. ഇതിനിടെ വൃദ്ധകാക്കൻ തന്റെ പദ്ധതികൾ ഓരോന്നായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരുന്നു. നേരം വെളുത്താൽ മൂങ്ങകൾക്ക് കാഴ്ച നഷ്ടപ്പെടും. ഈ തക്കത്തിന് കാക്ക പുറത്തുപോയി ഉണക്ക വിറകുകളും ചുള്ളിക്കമ്പുകളും കൊണ്ടുവന്ന് ഓരോ മൂലകളിൽ കൂട്ടിവെച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മൂങ്ങകളുടെ ഗുഹയിൽ ഉണക്ക വിറകുകൾ നിറഞ്ഞു. എല്ലാം തയ്യാറായ ശേഷം വൃദ്ധകാക്കൻ പറന്ന് കാക്കരാജാവിൻ്റെ അടുത്തെത്തി. വളരെ കാലത്തിന് ശേഷം വൃദ്ധകാക്കനെ കണ്ടതിൽ കാക്കരാജാവ് സന്തോഷിച്ചു. മഹാരാജാവേ, നമുക്ക് പ്രതികാരം ചെയ്യുവാനുള്ള സമയമായി. മൂങ്ങകളുടെ വിശ്വസ്തനായി മാറിയ ഞാൻ അവരുടെ കണ്ണു വെട്ടിച്ച് ഗുഹകളിൽ നിറയെ ഉണക്കവിറകുകൾ കുത്തി നിറച്ചു കഴിഞ്ഞു. ഇനി ഒട്ടും വൈകരുത്. ഇപ്പോൾ പകൽ സമയമായതിനാൽ അവറ്റകൾക്ക് കണ്ണു കാണില്ല. നാം ഓരോരുത്തരും ഓരോ തീക്കനലുമായി പറന്ന് അവിടെ എത്തി ഗുഹയ്ക്ക് തീ കൊടുക്കണം. ഇത്രയും പറഞ്ഞ് വൃദ്ധകാക്കൻ ഗുഹയിലേക്ക് തിരിച്ചു പറന്നു. അല്പം കഴിഞ്ഞതും കാക്കകൾ തീക്കനലുകളുമായി കൂട്ടത്തോടെ പറന്നെത്തി. സംഭവിക്കുന്നതെന്തെന്ന് മൂങ്ങകൾക്ക് മനസ്സിലാകും മുൻപേ ഗുഹയിൽ തീ ആളിപ്പടർന്നു. അതിൽപ്പെട്ട് മൂങ്ങകൾ ഒന്നടങ്കം വെന്തു മരിച്ചു. ശത്രുക്കളെ തന്ത്രത്തിലൂടെ നശിപ്പിച്ച വൃദ്ധകാക്കനെ മറ്റു കാക്കകൾ അഭിനന്ദിച്ചു. തുടർന്ന് ശത്രുസംഹാരവും രാജ്യതന്ത്രവും സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച് വൃദ്ധകാക്കൻ കാക്കരാജാവിനെ പണ്ഡിതനാക്കി തീർത്തു. പിന്നീടുള്ള കാലം കാക്കകൾ ശത്രുഭയമില്ലാതെ ജീവിച്ചു. ഗുണപാഠം: ബലവാന്മാരെയും തന്ത്രം കൊണ്ട് തോൽപ്പിക്കാം.